ഞാൻ ഈ മടക്കുന്ന അങ്ങോട്ട് കുത്തിയിട്ടെ അങ്ങോട്ട് ഇറങ്ങും കുഴി കുത്താനായിട്ട്. പിന്നെ നിനക്കെന്തേലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ പിള്ളേര് പട്ടിണി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായ? 1 കോടി ഉറുപ്പിക പറഞ്ഞാലും ഈ ദുഷ്ടപ്രവൃത്തി ഞാൻ എനിക്ക് കിട്ടൂലിക്ക. അതിന് കാരണം എന്താണെന്നറിയോ? ആ ഇല്ലടാ, അതെ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ. ആളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ ഞാൻ. ഇല്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. അത് ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ. ഓക്കേടാ, ഓക്കെ എന്നാ ഞാൻ വിളിക്കാട്ടാ. അഫ്സലേ വന്നേ. അതെ ഹാളിലേക്ക് അല്ല, അവിടെ വിറകുണ്ട്, പിന്നെ ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ട്. അതൊരു വണ്ടി വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അവന്മാരെ കൊണ്ടുവരും കേട്ടാ. ശരി. ബഷീറേ, അതെ രാവിലെ പണിക്ക് പോയാണ്. ഉച്ചവരെ ഉള്ളു ഞാൻ പോയത്. പക്ഷെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കല്യാണം? അടിപൊളിയായിരുന്നു. കേറ് കേറ്. പക്ഷെ ഞാനേ കുളിച്ചിട്ടൊന്നുമില്ല. വേണ്ട വേണ്ട, ഞാൻ കുളിച്ചിട്ടില്ല. ഒന്നാമത്തെ നമ്മുടെ ഈ പരിസരത്ത് തന്നെ 3-4 കല്യാണം ഉണ്ടായിരുന്നു വേണു. അത് കാരണം നമ്മ പ്രതീക്ഷിച്ച ആളുകൾ വന്നില്ല. ഒരു ചെമ്പ് ചോറ് ബാക്കിയിരിക്കുന്നു. ഞാനാണെങ്കിൽ കുറച്ച് ബന്ധുക്കൾക്ക് കൊടുത്ത്, അയൽവക്കത്തൊക്കെ കൊടുത്ത്, എന്നിട്ടും തീർന്നിട്ടില്ല. അനാഥാലയത്തിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി പറയണമെന്ന്. അപ്പം നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല ഇതൊന്നും. ഒരു കാര്യം ചെയ്, നബീസ വേണുവിന് കുറച്ച് ചോറ് കൊടുക്ക്. ഞാനേ ബിജുവിനെ വിളിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും വല്ല കുഴി കുത്തി ഇതങ്ങോട്ട് കുഴിച്ചു മൂടാല. ദൈവമേ, നീ ചെല്ല്. ബിജു. ബഷീർക്ക, എന്താ പറയാൻ പറഞ്ഞേ? അതേ നമ്മുടെ ഈ ഭാഗത്തൊരു കുഴി കുത്തണോടാ. എന്താ? അതെ, ഇവിടെ കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട്. അപ്പൊ അതൊന്ന് കുഴിച്ചു മൂടാനാണ്. ബിരിയാണി വിളിച്ചോടാ? ഞാൻ ചെയ്യലോട്ടേക്ക്. എന്താണ്? എനിക്ക് പറ്റില്ല. എടാ എന്താണ് കാരണം പറ. എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ വേറെ ആരെങ്കിലും നോക്കിക്കോക്ക. എനിക്ക് പറ്റില്ല. അല്ല അവിടെ നിക്ക്. നിന്നോട് കുഴി കുത്താനല്ലേ പറഞ്ഞോളൂ. നീ സാധാരണ ചെയ്യണല്ലേ. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യൂല. ഈ പ്രവൃത്തി ഞാൻ ചെയ്യൂലക്ക. എനിക്ക് പറ്റൂല. നിന്റെ ഭയങ്കര അഹംഭാവമാണ് മോനെ. അഹങ്കാരമായിട്ടല്ല, ഈ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റില്ല. എടാ നീ അഹങ്കാരം കാണിക്കല്ലേ. ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. എപ്പോഴും നീ പറയുമല്ലോ എനിക്ക് പണിയില്ല 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 എന്ന്. ഇപ്പൊ പണി എന്തെങ്കിലും കൊടുക്കാൻ നേരത്താവുമ്പോ അവന് ചെയ്യാനും പറ്റൂല. എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ പറ്റൂല എന്ന് പറയൂക്ക. എന്താ പ്രശ്നം? വേണു, ഞങ്ങൾ ഇവിടുത്തെ വലിയ തറവാട്ടുകാരാണെന്ന് വേണുവിനെ അറിയാല. ഞങ്ങളുടെ വീട്ടിൽ പണിയെടുത്തിട്ടാണ് ഇവന്റെ വാപ്പയൊക്കെ ഇവനൊക്കെ വെള്ളം കൊടുത്തിരുന്നത്. ഇപ്പൊ ഇവനെ ഞങ്ങളുടെ തോളത്ത് കയറിയിരുന്നിട്ടേ ഞെരങ്ങാണ്. ഇപ്പൊ പറ്റൂലെന്ന് ഇപ്പൊ അവന്. അഹങ്കാരം കൊണ്ടൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നു ബഷീർക്ക. പൊന്നു മോനെ, നിനക്ക് ചുള പോലെ കാശ് എണ്ണി തന്നിട്ടല്ലേ. 1 കോടി ഉറുപ്പിക തരാന്ന് പറഞ്ഞാലും ഈ പ്രവൃത്തി ഞാൻ ചെയ്യൂല. ചെയ്യൂല എന്ന് പറഞ്ഞ ചെയ്യൂല. അഹംഭാവം കണ്ട അവന്റെ. അഹങ്കാരമായിട്ടല്ലിക്ക. മേടിച്ചറിയാല ഈ പ്രവൃത്തി ചെയ്യാത്തത് എന്താണെന്ന്. മറ്റാരേക്കാൾ കൂടുതലും മേടിച്ചറിയാം ഞാൻ എന്താണ് ചെയ്യാത്തത്. ബിജു, നീ സമാധാനപ്പെടും. ഇതെല്ലാം കഴിഞ്ഞു പോയ സംഭവങ്ങളല്ലേ. കഴിഞ്ഞതെല്ലാം നീ മറന്നു കളയും. വേണു, അവൻ പോയിക്കോട്ടെ. അതെ, എനിക്ക് 1/2 മണിക്കൂർ മതിയടാ. ഞാൻ ഈ മടക്കുന്ന അങ്ങോട്ട് കുത്തിയിട്ടെ അങ്ങോട്ട് ഇറങ്ങും കുഴി കുത്താനായിട്ട്. പിന്നെ നിനക്കെന്തേലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ പിള്ളേര് പട്ടിണി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായ? 1 കോടി ഉറുപ്പിക പറഞ്ഞാലും ഈ ദുഷ്ടപ്രവൃത്തി ഞാൻ എനിക്ക് കിട്ടൂലിക്ക. അതിന് കാരണം എന്താണെന്നറിയോ? എന്റെ മോള് മരിച്ചതേ പട്ടിണി കിടന്നിട്ട്. പട്ടിണി കിടന്നു. എടാ ബിജു, എടാ ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. എനിക്കിതൊന്നും അറിയില്ല. 2-3 മാസം വയ്യാണ്ട് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഭക്ഷണമൊക്കെ കൊണ്ടു തന്നിരുന്നത്. അവരും എന്നെ പോലെ സാധാരണക്കാരാണ്. അവർക്കും പരിധികളുണ്ടല്ലോ. ഇതിനിടയിൽ 2 ദിവസം മുഴുവൻ പട്ടിണിയായി. 5 വയസ്സായ എൻ്റെ മോള് ഗ്യാസ് കയറി ശ്വാസം കിട്ടണ്ടേ. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോണ വഴിക്ക് എൻ്റെ മോള് മരിച്ചു. അന്ന് മുതൽ ഭക്ഷണം കാണുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മോളെ ഓർക്കും. എപ്പോൾ ഭക്ഷണം കഴിച്ചാലും എൻ്റെ മോളെ ഓർക്ക് അധികം ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ദിവസം. അങ്ങനെയുള്ള ഞാൻ ഈ ഭക്ഷണം എങ്ങനെ കുഴിച്ചു കൊടുക്കാം? അഹങ്കാരം കൊണ്ടല്ലിക്ക, വിഷമം കൊണ്ട്. ഒന്നും വിചാരിക്കല്ലിക്ക. പോട്ടേക്ക. ബഷീറേ, ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, പട്ടിണിക്കാരാണ്. പക്ഷെ ഞങ്ങൾ ആരോടും പറയാറില്ല. പക്ഷെ നീ ഇപ്പം അവരോട് പറഞ്ഞില്ലേ, അതൊത്തിരി കൂടിപ്പോയി.